ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് മലേഷ്യയും കേരളവും തമ്മിലുള്ള സാദൃശ്യങ്ങളെ കുറിച്ചാണ്. സാദൃശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഭാഷ, ഇവിടുത്തെ വസ്ത്രധാരണം, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മതസൗഹാർദ്ദം, ഇവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ ഒക്കെ നമ്മളെ നാടുമായിട്ട് കുറച്ച് സാദൃശ്യമുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പൊ ആദ്യം നമുക്ക് ഇവിടുത്തെ ഭാഷ നോക്കാം. ഇവിടുത്തെ ഭാഷ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലിപി ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഭാഷ വായിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാം നമുക്ക് വായിക്കാനൊക്കെ കഴിയും. പക്ഷെ ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ പോലീസ് തന്നെയാണ് പറയാ, പക്ഷെ അവർ എഴുതുന്നത് കുറച്ച് അവരെങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെയാണ് എഴുതുക. POLIS പോലീസ്, അങ്ങനെയാണ് ഇവര് എഴുതുക. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതന്നെയാണോ ഇതിന്റെ സ്പെല്ലിംഗ് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ടാക്സിക്ക് ഇവര് എഴുതുന്നത് TEKSI, അങ്ങനെയാണ് ഇവര് എഴുതുക. അപ്പോ അതൊക്കെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ബാക്കി പ്രശ്നമൊന്നുമില്ല, നമുക്ക് വായിക്കാനൊക്കെ നന്നായിട്ട് മനസ്സിലാകും കേട്ടോ. ഇവിടുത്തെ ഒരു ഭാഷ അത് ലിപി ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ നാടുമായിട്ട് എന്താണ് സാദൃശ്യം എന്ന് വെച്ചാൽ കുറച്ച് വാക്കുകൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഭൂമിക്ക് ഇവിടെ ഭൂമി തന്നെയാണ് പറയാ. പിന്നെ അതുപോലെ രാജാവിന് ഇവിടെ രാജ എന്ന് പറയുന്നു. പിന്നെ നമ്മൾ നല്ല രസമുണ്ട് എന്നൊക്കെ പറയില്ലേ, ഫുഡ് നല്ല രസമുണ്ട് അല്ലെ രസമില്ല അങ്ങനൊക്കെ പറയില്ലേ, അതിനിവിടെ രസാന്ന് തന്നെയാണ് പറയാ. പിന്നെ നമ്മൾ കളറിന് വർണ്ണങ്ങൾ എന്ന് പറയുമല്ലോ, അതിനിവിടെ വർണ്ണ എന്നാണ് പറയാ. ഭാഷാ സാദൃശ്യം, ചില വാക്കുകൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്, നാട്ടിലത്തെ വാക്കുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ വസ്ത്രധാരണം. ഇവർക്കൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വസ്ത്രം ഉണ്ട്, അത് ഇവര് എപ്പോഴും ഫോളോ ചെയ്യേണ്ട. കുറച്ച് മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുമെങ്കിലും ഇവിടുത്തെ ആൾക്കാർ ഇപ്പോഴും അവരുടെ ട്രഡീഷണൽ വസ്ത്രം ഫോളോ ചെയ്യേണ്ടി. എന്തെങ്കിലും ഫംഗ്ഷനോ അതിനൊക്കെ വരുമ്പോൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നു. ആണുങ്ങളാണെങ്കിലും ആണുങ്ങളുടെ ഡ്രസ്സിന് ശരിക്കും നമുക്ക് ഒരു പുതുമ ആയിരിക്കും അത് കാണുമ്പോൾ. ഒരു പാന്റ്, അതിന്റെ മേലെ ഒരു തുണി എടുത്തിട്ട് പിന്നെ ഒരു തലയിൽ ഒരു തൊപ്പി, ഒരു രാജകീയമായ ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ടായിരിക്കും അവര് ആണുങ്ങളുടെ ഡ്രസ്സ്. പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയില്. അപ്പൊ നമ്മുടെ നാടായിട്ട് എങ്ങനെയാ സാദൃശ്യം എന്ന് വെച്ചാല്, നമ്മുടെ നാട്ടില് മലപ്പുറംകാരുടെ ഒരു വസ്ത്രം ഉണ്ടല്ലോ വീട്ടിലിടുന്നത്, ഒരു കള്ളിത്തുണിയും ഒരു വെള്ള ബനിയനും, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ വീട്ടിലിടുന്ന ഒരു വസ്ത്രം. അതായത് ഒരു കള്ളിത്തുണിയും ഒരു വെള്ള ബനിയനും. അപ്പൊ അത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കാക്കാനെ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് അസല് മലേഷ്യൻ കാക്ക തന്നെയാണ് കേട്ടോ, മലപ്പുറം കാക്കൊന്നുമല്ല. അപ്പൊ അതാണ് ഒരു വസ്ത്ര സാദൃശ്യം, നമ്മുടെ നാടുമായിട്ടുള്ള ഒരു വസ്ത്രം കൊണ്ടുള്ള ഒരു സാദൃശ്യം. ഇനി അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മതസൗഹാർദ്ദം. ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാ വെച്ചാല് മലേഷ്യൻസ്, ഇവിടുത്തെ ലോക്കൽ മലേഷ്യൻസ് അവർ മുസ്ലിംസ് ആയിരിക്കും കോമൺലി. പിന്നെ ഇന്ത്യൻസ് ഉണ്ട്, ഇവിടെ ചൈനീസും ഉണ്ട്. അപ്പൊ ഈ ഒരു മൂന്ന് ഒരു വിഭാഗക്കാരും 3 പേരുടെയും ഒരു ഒത്തൊരുമ നമുക്ക് എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാലൊക്കെ അവർ ഭയങ്കര ഒരു ഒത്തൊരുമ നമുക്ക് എല്ലാത്തിലും നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ മേഖലയിലും ഉണ്ട്. അതാണ് ഒരു പ്രത്യേകത. നമ്മുടെ നാട് പോലെ തന്നെ ശരി, പക്ഷെ നമ്മുടെ നാട്ടിനേക്കാൾ കൂടുതൽ എന്ന് പറയാം. നാട്ടിലില്ല എന്ന് ഞാൻ ഒരിക്കലും പറയണില്ല. ശരിക്കും സോഷ്യൽ മീഡിയ ഒക്കെ മാറ്റിവെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നം തന്നെ ഉള്ളൂ നാട്ടിലും. പിന്നെ അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു കാലാവസ്ഥ. ഇവിടുത്തെ കാലാവസ്ഥ നമ്മുടെ നാട്ടിലമായി തന്നെയാണ്. വർഷക്കാലം, വേനൽക്കാലം. വർഷക്കാലം തന്നെ നമ്മുടെ നാട്ടിലത്തെ തന്നെ മഴക്കാലം തന്നെ ആയിരിക്കും. നാട്ടിലമായി തന്നെ ഫുൾ നമുക്ക് മഴയൊക്കെ നന്നായിട്ട് കിട്ടും. വേനൽക്കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വേനൽ മഴ എന്ന് പറഞ്ഞിട്ട് 1 2 ഒക്കെ അല്ലേ നമുക്ക് വേനൽ മഴ ഒക്കെ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വേനൽക്കാലത്തും നമുക്ക് മഴ കിട്ടും. ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം ഒക്കെ ആയിട്ട് വൈകുന്നേരം ടൈമിൽ നമുക്ക് മഴ കിട്ടും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭൂപ്രകൃതി നമ്മുടെ നാട്ടിലമായി തന്നെയാണ്. ഭയങ്കര പച്ചപ്പുള്ള ഒരു സ്ഥലം തന്നെയാണ് മലേഷ്യ. ശരിക്കും കോലാലംപൂർ ടൗണിൽ നിന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയാൽ ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ശരിക്കും നമ്മൾ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ മുന്നേ നമ്മൾ വീക്കെൻഡ്, സാറ്റർഡേ, സൺഡേ ഒക്കെ നമ്മൾ കോലാലംപൂർ നമ്മൾ ഉള്ള ഏരിയക്കൊക്കെ ഇങ്ങനെ പോകും. അപ്പം നമുക്ക് നല്ല രസമാണ് കാണാൻ. നമ്മുടെ നാടൊക്കെ കാണണമായിട്ട്, നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ പോകണമായിട്ട് തന്നെയുള്ളൊരു ഫീലായിരിക്കും നമുക്ക്
നമുക്ക് ഉണ്ടാവുക. ഒരു പ്രാവശ്യം അങ്ങനെ പോയപ്പോൾ 2 സൈഡും പാടവും നടുക്കൂടെ റോഡൊക്കെ ഉള്ള ഒരു സ്ഥലം കണ്ടു. ശരിക്കും എൻ്റെ നാട് അങ്ങനെയാണ്, 2 സൈഡിലും പാടവും നടുക്കൂടെ റോഡൊക്കെ ആയിട്ട് അതുപോലത്തെ സ്ഥലമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ശരിക്കും നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ ആവുന്നുണ്ട്. നാട്ടിൽ നിന്ന് പോകുന്ന ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് അങ്ങോട്ട് തോന്നൂല. ശരിക്കും നാട്ടിലുള്ള മാതിരി തന്നെയാണ് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വീടിന്റെ സ്ട്രക്ചർ ആണെങ്കിലും ഉള്ളേരിയക്കൊക്കെ പോയാൽ നമ്മുടെ നാട്ടിലത്തെ ആ ഒരു വീടിന്റെ സ്ട്രക്ചർ തന്നെയാണ് ഇവിടുത്തെ വീടുകൾക്കും ഉള്ളത്. പക്ഷെ ഇവിടെ വീടുകൾ അധികം ഒരു മോടിയൊന്നും പിടിപ്പിക്കൂല. നമ്മുടെ നാട്ടിലത്തെ മാതിരി തന്നെയാണ്, അധികം പെയിന്റ് ഒന്നും അടിച്ച് മോടി പിടിപ്പിക്കൊന്നുമില്ല. പിന്നെ നമ്മളെ നാടും പുറത്തൊക്കെ വീട്ടുകളിൽ കോഴി താറാവ് അതിനൊക്കെ നമ്മൾ വളർത്തൂലേ, അതുപോലെ തന്നെ ഇവിടെയും ഉള്ളേരിയൊക്കെ പോയാൽ നമുക്ക് അതൊക്കെ കാണാനായിട്ട് സാധിക്കും. ശരിക്കും നമ്മളെ നാട് പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് മലേഷ്യയും കേരളവും തമ്മിലുള്ള സാദൃശ്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ കൂടെ മലേഷ്യയെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. മലേഷ്യയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പറ്റിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. While you continue to watch that, you may want to also hear the other similarities. Corruption is the biggest of similarities. Malaysia has finally exposed the previous Prime Minister Najib Razak, who masterminded the world's best-known case of kleptocracy, strategic corruption, and defense policymaking that's ran across several countries and involved many. China was helping in those mismanagement. The US Attorney General described a $4.5 billion corruption scandal involving a Malaysian state fund as the worst form of kleptocracy, and said the US Department of Justice, DOJ, was working to provide justice to the victims. Malaysia and the people of Malaysia are the victims. That culprit, along with the heavily corrupt United Malay National Organization, lost the election and people mandate in 2018 and subsequently charged, and after a long trial has received 12 years and a fine of 210 million ringgit, $49 million, for abuse of power. Also received 10 years in jail on each of 3 charges of criminal breach of trust and 3 charges of money laundering for illegally receiving nearly $10 million from SRC International, a former unit of the state fund. He is currently appealing the judgment and is on bail. That by itself is an atrocity. Today Malaysia is being governed by a government that did not get the mandate. And that happened only with the help of assistance of the constitutional monarchy, where one among the 13 sultans that takes turn at being the head of the state. That kind of constitutional monarchy is unique to Malaysia and is very wasteful, maintaining and providing for the 13 sultans and excesses. The British has thus from the get-go left a huge burden that has only got to be problematic. Corruption is systemic, been just as it has been in Kerala and India. In such places inefficiencies run wild. Hence we can't quite call Malaysia a democratic country it used to be. This is a valid point so long as a government not elected and not mandated is in power. It cannot be a democracy, and according to the people of Malaysia, they do not have a legal government. In both case, religion, in the case of Malaysia the majority Malays Muslim, are being hoodwinked using Islam as a cover-up, apart from an official discriminatory policy that marginalizes all non-Muslims, or non-Malays effectively. The NEP, New Economic Policy, started in the late 60s, which had a term limit, is now being continued in perpetuity, and the politically astute are manipulating it for corruption. And that led to the Malays' first policy in the government and exercised even beyond. COVID-19 has finally exposed all the weakness in both the inefficiencies, the shaky, weak, debt-laden economy that relied on borrow and steal strategies. Well, Kerala is doing just that. At the rate it has been going, it is very likely that Malaysia will become a failed state in less than 25 years from now. Kerala and India, due to its size, may hold on a bit longer.
and British, its former rulers for 200 plus years. My favorite 3 dishes in Malaysia are nasi lemak, laksa, and banana leaf. Let's talk about language. Most people here know at least 3 languages fluently. We like to pick and choose certain words. Hey, Macha, you want makan here or tapau? That sentence means do you want to eat here or take out, but it has words from 4 languages: Tamil, English, Malay, and Chinese. But if you are traveling to Malaysia, you won't have to worry about learning any new languages because almost everyone here speaks fluent English. Always very, very impressed. From an economic standpoint, the bustling capital of Kuala Lumpur is one of Asia's fastest growing business hubs, and its skyline is dominated by the tallest twin buildings in the world. The Petronas Tower. Do you know how tall they are? I'm not sure. But once you escape the city life, you'll quickly enter a humble, relaxing, and contrasting lifestyle. And that's my opinion based on all that I've seen. They're very humble people. They're very willing to help with a lot of things. They're very open. They're kind, which I didn't expect. I mean, growing up in the States, you kind of see this all the time about Islam in the news, and it's very negative. But that's by far, that's the wrong thing. It's completely opposite. When you get to Malaysia, they're very peaceful, very nice people. They're not contentious in any way, and they're very fun. You can have a conversation with any of them.